നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FY UGP മൂന്നാം സെമസ്റ്റർ BA, BSc, BCom എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള കോമൺ ടോപ്പിക്സ് ആണ് അധികാര വികേന്ദ്രീകരണം, ജനകീയ ആസൂത്രണം, ഗ്രാമസഭ. ശരിക്കും ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ സാധാരണ മലയാളം പഠിക്കുന്ന രീതിയിൽ പഠിക്കേണ്ട കാര്യമല്ല ഇത്. കറക്റ്റ് ഫാക്റ്റ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക കേട്ടോ. അധികാര വികേന്ദ്രീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ശരിക്കും? അതായത് നമ്മുടെ രാജ്യം ഇപ്പം പിന്നെ രാജ്യത്തിന്റെ ഭരണ കാര്യങ്ങൾ പറയുമ്പം എല്ലാ കാര്യങ്ങളും കേന്ദ്രം നേരിട്ടാണോ ചെയ്യുന്നത്? അല്ല. കേന്ദ്രം ഇപ്പോൾ ഓരോന്നിനുള്ള അധികാരങ്ങൾ അതിന്റെ താഴെത്തട്ടിലുള്ള ഓരോരുത്തർക്ക് കൊടുത്തിരിക്കും അല്ലേ? നമ്മൾ പഞ്ചായത്തിന്, മുനിസിപ്പാലിറ്റിക്ക്, നഗരപാലിക അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് മുന്നോട്ടെത്തുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഓക്കെ, പിന്നെന്താ പറയുന്നത് നോക്കാം നമുക്ക്. വികേന്ദ്രീകരണം എന്ന പദം വിവിധവും വിശാലവുമായ അർത്ഥത്തിൽ പല അവസരങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. അധികാരം വ്യവസ്ഥാപിത രൂപത്തിൽ മുകൾത്തട്ടിൽ നിന്നും താഴെത്തട്ടുകളിലേക്ക് കൈമാറുന്നതിനെയാണ് വികേന്ദ്രീകരണം എന്ന് പൊതുവായി പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പം കേന്ദ്രമല്ലല്ലോ മുഴുവനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അധികാരം താഴെത്തട്ടിലുള്ള പല ഡിപ്പാർട്ട്മെന്റ്സിനും കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പല അതോറിറ്റിക്കും കൊടുക്കുന്നു എന്നുള്ളതാണ്. അധികാര വികേന്ദ്രീകരണത്തെ ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ അധികാര കൈമാറ്റം എന്നാണ് വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പം ഭരണഘടനാ ഭേദഗതി ഈ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം നിലവിലുള്ള നിയമങ്ങളെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ആ മാറ്റം വരുത്തുന്നതിനെയാണ് ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ അധികാര വികേന്ദ്രീകരണത്തെ ഈ ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ അധികാര കൈമാറ്റം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. 73, 74 ഭരണഘടനാ ഭേദഗതികൾ, അതായത് ഈ ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നല്ലോ. അങ്ങനെ നമ്മൾ റിപ്പബ്ലിക് ആയല്ലോ. അപ്പൊ അതിനുശേഷം ഈ നിയമങ്ങളിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മൾ എണ്ണും. അതായത് 1951 ആദ്യത്തെ മാറ്റം വരുന്നു, അതാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി. അങ്ങനെ കുറെ ഭേദഗതി ഉണ്ട് കേട്ടോ. കാലഘട്ടത്തിനനുസരിച്ചിട്ട് പലതും മാറേണ്ടി വരുമല്ലോ. അപ്പം 70 എന്താ നമ്മൾ പറഞ്ഞത്, 73, 74 ഭരണഘടനാ ഭേദഗതികൾ ഓക്കെ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ, ഒരു പ്രദേശത്തിന്റെ ഭരണം നടത്തുന്ന സ്ഥാപനങ്ങളായ പഞ്ചായത്ത് രാജ്, നഗരപാലിക സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുകയുണ്ടായി. അതായത് ഈ പഞ്ചായത്ത് രാജ് നമ്മളൊക്കെ ഇതിനെ പഞ്ചായത്തിൽ അംഗമാണ് അല്ലെങ്കിൽ നഗരസഭയിൽ അംഗമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ ശരിക്കും ഈ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളാണ്, പ്രദേശത്തിനെ ഭരിക്കുന്ന സ്ഥാപനമാണ് പഞ്ചായത്ത് രാജ്, നഗരപാലികയൊക്കെ. ഈ സംവിധാനങ്ങൾക്ക് 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരമാണ് ഭരണഘടനാപരമായ പദവി കൊടുക്കുന്നത്. അതിനു മുമ്പ് ഭരണഘടനയിലെ 4-ാം അധ്യായത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 40 ആയാണ് പഞ്ചായത്ത് ഉൾക്കൊള്ളിച്ചിരുന്നത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 40-ലായിരുന്നു ആദ്യം എന്തുണ്ടായിരുന്നത്, പിന്നെ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് 73, 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് പിന്നെ ഈ പഞ്ചായത്ത് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുകയുണ്ടായി. ദേശീയ തലത്തിൽ പഞ്ചായത്തി രാജ് സംവിധാനം സജീവ ചർച്ചയാകുന്നത് 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ്. ഈ ബൽവന്ത് റായ് മേത്ത എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് 1957 ദേശീയ തലത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ചർച്ചയാവുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പുവരത്തക്ക വിധം ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരത്തക്ക വിധം ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ രൂപീകരിച്ചു കൊണ്ടുള്ള ത്രിതല സംവിധാനമാണ് പ്രസ്തുത കമ്മിറ്റി നിർദ്ദേശിച്ചത്. നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ അടുത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വരും കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ കന്നി വോട്ടർമാരായിരിക്കും, ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്ത് വോട്ടിൽ 3 വോട്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറിന് വേണ്ടിയിട്ടുള്ള വോട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിനുള്ളത്, ജില്ലാ പഞ്ചായത്ത് മെമ്പറിനുള്ളത്, അങ്ങനെ കേട്ടോ. അപ്പൊ അങ്ങനെ 3 തലത്തിലുള്ള പഞ്ചായത്ത് സിസ്റ്റം ആണെന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ത്രിതല പഞ്ചായത്ത് സംവിധാനം 1959 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജസ്ഥാനിലെ നാഗൂരിൽ ഉദ്ഘാടനം ചെയ്തു. 1977 രൂപീകരിക്കപ്പെട്ട അശോക് മേത്ത കമ്മിറ്റി, പുതിയ കമ്മിറ്റി വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് ബൽവന്ത് റായ് മേത്ത. പിന്നെ 1977 രൂപീകരിക്കപ്പെട്ട അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളാണ് പഞ്ചായത്ത് രാജ് വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അശോക് മേത്ത കമ്മിറ്റി ദ്വിതല ഭരണ സമ്പ്രദായമാണ് ശുപാർശ ചെയ്തത്.
അശോക് മേത്ത പറഞ്ഞത് ദ്വിതലം, 2 തലാണ്. നിലവിലുള്ളത് 3 തലാണല്ലോ, ത്രിതലാണല്ലോ. തുടർന്ന് 1985 GVK റാവു കമ്മിറ്റിയും 1986 LM സിംഗ്വി കമ്മിറ്റിയും, അതായത് ഇങ്ങനെ ഒരു കമ്മിറ്റി കൊടുക്കുമ്പോൾ ആ കമ്മിറ്റിയുടെ ലീഡറുടെ പേരിലാണ് ആ കമ്മിറ്റി അറിയപ്പെടുക. അതാട്ടോ ആളുകളുടെ പേര് ഇങ്ങനെ വരുന്ന കമ്മിറ്റി, എന്നിട്ട് കമ്മിറ്റി എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, അപ്പൊ 1985 GVK റാവു കമ്മിറ്റിയും 1986 LM സിംഗ്വി കമ്മിറ്റിയും റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ഇവ 1993 നിലവിൽ വന്ന 73ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനമായി തീരുകയും ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞ 73ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടല്ലോ, അത് 1993 നിലവിൽ വരാനുള്ള കാരണം അതിനു മുമ്പ് വന്ന ഈ കമ്മിറ്റികളൊക്കെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നൊക്കെ പറയുമ്പോൾ, അതായത് ഭേദഗതി വരുത്തണം എന്ന് പറയുമ്പോൾ കുറെ കമ്മിറ്റീസ് ഒക്കെ വന്ന് പഠനങ്ങളൊക്കെ നടത്തിയിട്ട് അവർ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മാറ്റം വരിക. ഓക്കെ, നെഹ്റുവിന്റെ ശേഷം ശക്തമായ വികേന്ദ്രീകരണം ആവശ്യമാണെന്ന് ഉയർത്തിക്കാണിച്ചത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച 64ാം ഭരണഘടനാ ഭേദഗതി ബില്ല് 1989 രാജീവ് ഗാന്ധി ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയെങ്കിലും രാജ്യസഭയിൽ പാസാക്കുവാൻ ഭൂരിപക്ഷം ലഭിച്ചില്ല. പിന്നീട് രാജീവ് ഗാന്ധി അവതരിപ്പിച്ച 64, 65 ഭേദഗതി ബില്ലുകളാണ് 73, 74 ഭേദഗതി ബില്ലുകളായിട്ട് മാറിയത്. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ 1957 നിലവിൽ വന്നു. അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക് അല്ലെ? 1957 ഏപ്രിലാണ് കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ വരുന്നത് EMSന്റെ നേതൃത്വത്തിൽ. ഓക്കെ, 56 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നു. അതിനുശേഷം 1957 ഏപ്രിലിൽ ആദ്യത്തെ സർക്കാർ രൂപം കൊള്ളുന്നു നമ്മുടെ EMSന്റെ നേതൃത്വത്തിൽ കേട്ടോ. മുഖ്യമന്ത്രി EMS അധ്യക്ഷനായ 1ാം ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഗ്രാമപഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഉപരി റവന്യൂ ജില്ലാ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അടങ്ങുന്ന ജില്ലാ ഭരണസമിതികളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്യുന്നു. എന്നാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതിനാൽ, അതായത് ഈ 57 വന്ന EMSന്റെ മന്ത്രിസഭ 59 പല കാരണങ്ങൾ കൊണ്ട് പിരിച്ചുവിടേണ്ടി വന്നു. അത് നിയമമായില്ല. ഓക്കെ, പിന്നീട് 1960 61 കേരള പഞ്ചായത്തി രാജ് നിയമം 1960, കേരള മുനിസിപ്പൽ നിയമം 1960, കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ നിയമം 1961 എന്നിവ പാസാക്കപ്പെട്ടു. ഒടുവിൽ 73, 74 ഭരണഘടനാ ഭേദഗതികൾക്ക് അനുസൃതമായി 1994 കേരള പഞ്ചായത്തി രാജ്, കേരള നഗരസഭാ നിയമം പാസാക്കി. 1996 കേരളത്തിലെ ജനാധിപത്യ നടപടികളെ കുറിച്ച് പഠിക്കുന്നതിനായി സത്യബ്രത സെൻ കമ്മിറ്റിയെ നിയോഗിച്ചു. വിവരാവകാശ നിയമം, ഭരണ സുതാര്യത, സാമൂഹ്യ ഓഡിറ്റ്, സദ്ഭരണം, പെർഫോമൻസ് ഓഡിറ്റ് തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റി നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിനിടയിൽ 2009 സെപ്റ്റംബറിൽ സംസ്ഥാന നിയമസഭാ, പഞ്ചായത്ത്, നഗരപാലിക നിയമം ഭേദഗതി ചെയ്ത് വനിതാ സംവരണം 33% നിന്നും 50% വർദ്ധിപ്പിച്ചു. സ്ത്രീകൾക്ക് റിസർവേഷൻ 33% ഉണ്ടായിരുന്നുള്ളൂ, അത് 50% ആയിട്ട് കൂട്ടി. ഇതുവഴി പൊതുരംഗത്തെ വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ജനകീയവും സുതാര്യവുമായി വികേന്ദ്രീകരണം നടപ്പിലാക്കുവാൻ കേരളത്തിന് സാധിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് ജനകീയ ആസൂത്രണത്തെ കുറിച്ചാണ്. കേരളത്തിന്റെ സാമൂഹിക വികസനത്തിലെ സുപ്രധാന ചുവടുവെപ്പായിരുന്നു ജനകീയ ആസൂത്രണം. ജനകീയ പങ്കാളിത്തത്തോടു കൂടിയ ആസൂത്രണവും നിർവഹണവും ലക്ഷ്യമിട്ടുകൊണ്ട് 1996 ഓഗസ്റ്റ് 17 ആരംഭിച്ച പരീക്ഷണ പദ്ധതിയായിരുന്നു ഈ ജനകീയ ആസൂത്രണം. ജനകീയ ആസൂത്രണം സംബന്ധിച്ച കാഴ്ചപ്പാടും സമീപനവും രൂപീകരിക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി EMS വഹിച്ച പങ്ക് നിർണായകമാണ്. ജനകീയ ആസൂത്രണത്തിന് മുമ്പ് പദ്ധതി രൂപീകരണവും നിർവഹണവും തീർത്തും ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായിരുന്നു. അതായത് ഏതൊരു പ്രൊജക്ട് ഉണ്ടെങ്കിലും, നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ഏതൊരു പദ്ധതി ഉണ്ടെങ്കിലും മൊത്തം ഉദ്യോഗസ്ഥന്മാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഈ ജനകീയ ആസൂത്രണം വരുന്നതിന് മുമ്പ്. ഈ ശീലങ്ങളെ പൊളിച്ചെഴുതാൻ ജനകീയ ആസൂത്രണത്തിന് സാധിച്ചു. ബഹുജന പങ്കാളിത്തത്തോടെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനമായിരുന്നു ഇതിന്റെ ഭാഗമായി നടന്നത്. പദ്ധതി വിഹിതത്തിന്റെ 40% തുക ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക് നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഗ്രാമസഭകളിലൂടെ ഉയർന്നു വരുന്ന ജനാഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് ഗ്രാമ, ബ്ലോക്ക് തലത്തിൽ ആസൂത്രണം ചിട്ടപ്പെടുത്തി. മനസ്സിലാകുന്നുണ്ടോ? അതായത് ബേസിക് ആയിട്ട് ഓരോ വാർഡിലും ഗ്രാമസഭ വിളിച്ചുകൂട്ടും. ഗ്രാമസഭ അടുത്ത ടോപ്പിക് ആയിട്ട് പറയാനുണ്ടല്ലോ. അതിനുശേഷം അവിടെ നിന്ന് വരുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചയൊക്കെ ചെയ്യപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ തന്നെ ആയിരുന്നു എന്നുള്ള അർത്ഥം. ജില്ലാ തലത്തിൽ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തോടെ വികസന പദ്ധതികൾ ത്രിതല പഞ്ചായത്തുകൾ തന്നെ ജനപങ്കാളിത്തത്തോടെ നടത്തുക എന്നതായിരുന്നു 9ാം പദ്ധതിയുടെ പ്രത്യേകത. ഇതിനെ ജനകീയാസൂത്രണം എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായി? ഇപ്പോഴും പല പദ്ധതി ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ പഞ്ചായത്തിൽ ചെല്ലാറില്ലേ? യെസ്, സംസ്ഥാന ആസൂത്രണ ബോർഡാണ് ജനകീയ ആസൂത്രണത്തിന്റെ
മാർഗനിർദ്ദേശക സമിതിയായി പ്രവർത്തിച്ചത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾക്കറിയാം ഇന്ന പദ്ധതി ഉണ്ട് പിന്നെ എന്നും പറഞ്ഞ് നമുക്ക് പഞ്ചായത്ത് നിന്നാണ് അറിയിപ്പ് വരാറുള്ളത് അല്ലെ. അപ്പൊ അതിനു മുമ്പ് പലതും ഉദ്യോഗസ്ഥന്മാര് മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. അത് കൂടുതൽ ജനകീയമായത് ഇതിലൂടെയാണെന്നാ പറഞ്ഞു വരുന്നത്, പോപ്പുലർ ആയത്. ജനകീയ ആസൂത്രണത്തിന്റെ ഒന്നാം ഘട്ടം ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് നോക്കണേ എങ്ങനെയാണ് ഇത് നടക്കുന്നുള്ള സ്റ്റെപ്സ്. ജനകീയ ആസൂത്രണത്തിന്റെ ഒന്നാം ഘട്ടം ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടായിരുന്നു. ഗ്രാമസഭ ഓരോ വാർഡ് തലത്തിലും ഓരോ വാർഡിലും വിളിക്കും, എന്നിട്ട് ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പറയും. രണ്ടാം ഘട്ടത്തിൽ വികസന സെമിനാറുകൾ നടത്തി. മൂന്നാം ഘട്ടത്തിൽ വികസന സെമിനാറിലെ നിർദ്ദേശങ്ങളെ പ്രൊജക്ടുകളാക്കി രൂപപ്പെടുത്തുന്നു. നാലാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ പ്രാദേശിക പദ്ധതികൾ തയ്യാറാക്കുന്നു. തുടർന്ന് അഞ്ചാം ഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികളും നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ അവരുടെ പദ്ധതി തയ്യാറാക്കുന്നു. അവസാനമായി പ്രൊജക്ടുകളും പദ്ധതികളും സന്നദ്ധ സാങ്കേതിക സമിതി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ശുപാർശയ്ക്കനുസരിച്ച് ജില്ലാ ആസൂത്രണ സമിതി പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നു. കഴിവുള്ള രാഷ്ട്രീയ നേതൃത്വം, സന്നദ്ധ പ്രവർത്തനം, ഉദ്യോഗസ്ഥ സഹകരണം എന്നിവയിലൂടെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാതൃകാപരമായ പദ്ധതികൾ ഉണ്ടാക്കി. ജനകീയാസൂത്രണത്തിലെ ജനകീയ വശം ഗ്രാമസഭകളിൽ കൂടിയാണ് പ്രകടമാകുന്നത്. ജനകീയാസൂത്രണ ഘട്ടത്തിലെ ഗ്രാമസഭകളിൽ വർദ്ധിച്ച ജനപങ്കാളിത്തം കാണുവാൻ സാധിക്കും. മനസ്സിലായല്ലോ? ജനകീയാസൂത്രണം എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഗ്രാമസഭ വിളിച്ചിട്ടാണ് സാധാരണയായിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകളെല്ലാം അതിൽ പങ്കെടുത്തിട്ടാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പം കൂടുതലും പോപ്പുലർ ആയ കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക് ഗ്രാമസഭ. ഗ്രാമസഭ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ തന്നെയാണ് എന്റെ വിശ്വാസം. ഇന്ത്യയിലെ വികേന്ദ്രീകൃത ഭരണ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു 1993 നടപ്പിലാക്കിയ 73-74 ഭരണഘടനാ ഭേദഗതികൾ. ഈ ഭേദഗതികളോടുകൂടി പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും സ്വയംഭരണ സ്ഥാപനമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും എന്ത് ചെയ്യാൻ പറ്റി? സ്വയംഭരണ, ഓട്ടോണോമസ്, അവർക്ക് സ്വയം ഭരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. പല സംസ്ഥാനങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രാമസഭകൾ നിലവിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഭരണഘടനാ സാധുതയുടെ അടിസ്ഥാനത്തിലുള്ള ജനാധികാര സഭ എന്ന സ്ഥിതി ഈ ഭേദഗതികളോടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. 1993 മുമ്പേ തന്നെ പല സംസ്ഥാനങ്ങളിലും ഗ്രാമസഭ ഉണ്ടെങ്കിലും അത് ഭരണഘടനാപരമാവുന്നത് ഈ നിയമത്തോടു കൂടിയാണ്. നയ രൂപീകരണത്തിലും വികസന പദ്ധതി തയ്യാറാക്കുന്നതിനും ഗുണഭോക്തൃ നിർണയത്തിലും കാര്യനിർവഹണത്തിലും തദ്ദേശീയ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന ജനാധിപത്യ വേദിയാണ് ഇത് ഗ്രാമസഭ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 9 പഞ്ചായത്ത് എന്ന അധ്യായത്തിൽ ആർട്ടിക്കിൾ 243B ഉപഖണ്ഡമാണ് ഗ്രാമസഭ എന്നത് നിർവചിക്കുന്നത്, അതായത് ഗ്രാമസഭയെ ഡിഫൈൻ ചെയ്യുന്നത്. ഓരോ പഞ്ചായത്തിലെയും ഗ്രാമതലത്തിലുള്ള പ്രദേശത്ത് അംഗീകൃത വോട്ടർ പട്ടികയിൽ നിലവിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള എല്ലാ വോട്ടർമാരും ഉൾക്കൊള്ളുന്ന വേദിയാണ് ഗ്രാമസഭ. മനസ്സിലായോ? എല്ലാ വോട്ടേഴ്സിനും പോയിട്ട്, അതായത് എല്ലാ ആളുകൾക്കും ചെല്ലാം. ആർട്ടിക്കിൾ 241A അനുസരിച്ച് സംസ്ഥാന നിയമസഭ നിയമം മൂലം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഗ്രാമതലത്തിൽ നിർവഹിക്കുന്നതിന് ഗ്രാമസഭയ്ക്ക് കഴിയുന്നതാണ്. ഒരു ഗ്രാമത്തിന്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെട്ട നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗമായിരിക്കും ആ ഗ്രാമസഭയുടെ കൺവീനർ. ഗ്രാമസഭയുടെ യോഗങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. ഓക്കെ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അധ്യക്ഷത വഹിക്കുക. പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ, പ്രസിഡന്റ് ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. ഗ്രാമസഭാ യോഗം കുറഞ്ഞത് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും വിളിച്ചു ചേർക്കണം എന്നാണ്. 2 യോഗങ്ങൾക്കിടയിലെ കാലയളവ് പരമാവധി 3 മാസത്തിലധികമാകുവാൻ പാടില്ല. ഗ്രാമസഭയുടെ യോഗ വിവരം നോട്ടീസ് മുഖാന്തരം ഗ്രാമസഭ അംഗങ്ങളെ അറിയിച്ചിരിക്കണം. ഗ്രാമസഭാ യോഗം സുഗമമായി നടത്തുന്നതിനും രേഖകൾ തയ്യാറാക്കി സൂക്ഷിക്കാനുമായി കൺവീനറായ മെമ്പറെ സഹായിക്കുന്നതിനുള്ള ചുമതല കോർഡിനേറ്റർക്കാണ്. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ഉദ്യോഗസ്ഥനെ കോർഡിനേറ്ററായി നിയോഗിക്കേണ്ടതാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിനെ കേട്ടോ. ഗ്രാമസഭയുടെ കാര്യപരിപാടി തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ, അത് പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി, അതാണ്. ദെൻ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറി അതിന്റെ അധ്യക്ഷനുമായി കൂടിയാലോചിച്ച് തയ്യാറാക്കേണ്ടതാണ്. ഗ്രാമസഭയുടെ കോറം പ്രസ്തുത ഗ്രാമപ്രദേശത്തെ വോട്ടർ പട്ടികയിൽ, അതായത് കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എത്ര പേര് പങ്കെടുക്കണം എന്നുള്ളതാണ്. പ്രസ്തുത ഗ്രാമപ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട സമ്മതിദായകരുടെ, അതായത് വോട്ടേഴ്സിന്റെ എണ്ണത്തിന്റെ 10% ആയിരിക്കും. എന്നാൽ കോറം അത്രയും പേര് തികഞ്ഞാലേ ഇത് നടത്താൻ പറ്റൂ. എന്നാൽ ഈ കോറം തികയാതെ ഒരു ഗ്രാമസഭാ യോഗം മാറ്റിവെക്കപ്പെടുന്ന പക്ഷം അടുത്തൊരു യോഗം വീണ്ടും കൂടുമ്പോൾ കോറം 50 ആളുകൾ മതിയാകും. അങ്ങനെയുണ്ട്. ഗ്രാമസഭകളെ പറ്റി പരാമർശിക്കുമ്പോൾ ഏറ്റവും സവിശേഷ ഘടകമാണ് പ്രത്യേക ഗ്രാമസഭകൾ, സ്പെഷ്യൽ ഗ്രാമസഭ. എന്താ അത്? ആരോഗ്യം, ശുചിത്വം, വിദ്യാഭ്യാസം, സാമൂഹ്യ ഓഡിറ്റ് തുടങ്ങിയവയുടെ ഭാഗമായി പ്രത്യേക ഗ്രാമസഭകൾ വിളിക്കാവുന്നതാണ്. വികേന്ദ്രീകൃത ആസൂത്രണ
വികസന കാര്യങ്ങൾക്കായി വർഷത്തിന്റെ ആദ്യത്തിലും മോണിറ്ററിംഗിന് വേണ്ടി വർഷാന്ത്യത്തിലും പദ്ധതി ഗ്രാമസഭകൾ വിളിക്കാവുന്നതാണ്. പട്ടികവർഗ വിഭാഗക്കാർ, തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾ മുതലായവയ്ക്കായും പ്രത്യേക ഗ്രാമസഭകൾ രൂപീകരിച്ച് യോഗം ചേരാവുന്നതാണ്. വർഷം കഴിയുന്തോറും ഗ്രാമസഭയുടെ പങ്കാളിത്തത്തിൽ പ്രകടമായ വ്യത്യാസം കാണുന്നുണ്ട്. കേവലം ഗുണഭോക്താക്കളുടെ മാത്രം യോഗം എന്നതിൽ നിന്നും മാറി എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനായാൽ മാത്രമേ ഗ്രാമസഭകളുടെ ഉദ്ദേശ ലക്ഷ്യം പൂർണ്ണമാവുകയുള്ളൂ. കാര്യം എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുള്ളൂ, ഇപ്പം വീട് വെക്കാൻ സഹായം വേണം, അല്ലെങ്കിൽ ഇന്ന പദ്ധതി വേണം എന്ന് ആവശ്യമുള്ളവർ മാത്രമല്ലാണ്ട് എല്ലാ വിഭാഗ ആളുകളും അതിൽ പങ്കെടുക്കണം, എന്നാലേ അതിലൊരു പൂർണ്ണമായ ഒരു റിസൾട്ട് കിട്ടുന്നുള്ളതാണ്. അധികാര വികേന്ദ്രീകരണത്തിലെ തുടർച്ചയാണ് കേരളത്തിന്റെ സവിശേഷമായ നേട്ടം. മാറി മാറി ഭരിക്കുന്ന മുന്നണികൾ എല്ലാം പഞ്ചായത്ത് രാജിനെ ഭരണ സംവിധാനത്തിന്റെ അനിഷേധ്യ ഘടകമായി അംഗീകരിച്ചത് കൊണ്ടാണ് ഈ തുടർച്ച സാധ്യമായത്. മനസ്സിലായോ? ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനമായിട്ട് എല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഗുണമുണ്ടായത്. കൂടാതെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിന് സ്ഥാപനപരമായ പിന്തുണ നൽകുന്നതിനും കേരളം പ്രത്യേക ഊന്നൽ നൽകി. കില, ഇൻഫർമേഷൻ കേരള മിഷൻ എന്നിവ ഇതിനായി രൂപീകരിച്ചവയാണ്. ഇതൊക്കെ സുഗമമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്നതിനായി തൃശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് KILA, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനാണ് 1999 ഇൻഫർമേഷൻ കേരള മിഷൻ ആരംഭിക്കുന്നത്. ഇതുവഴി എല്ലാ പഞ്ചായത്തുകളിലും കമ്പ്യൂട്ടറുകൾ സജ്ജീകരിച്ച് പദ്ധതി ആസൂത്രണത്തിനും നിർവഹണത്തിനുമായി സുലേഖ, സേവന എന്നീ സോഫ്റ്റ്വെയറുകൾ പ്രാവർത്തികമാക്കുവാനും സാധിച്ചു. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രകടനങ്ങളെ പൊതുജനങ്ങളിൽ എത്തിക്കുവാനായി ഗ്രീൻ കേരള എക്സ്പ്രസ് എന്ന സോഷ്യൽ റിയാലിറ്റി ഷോ നടത്തുകയും ചെയ്തു. പ്രസ്തുത സംരംഭത്തിലൂടെ വികസന രംഗത്തെ ആശയവിനിമയത്തിൽ ഒരു മുതൽക്കൂട്ടാകുവാനും കേരളത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത്രയാണ് ഗ്രാമസഭയെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്